ചിട്ടി തട്ടിപ്പ് കേസുകളുടെ പേരിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അന്വേഷണ ഏജൻസികൾ എതിരെ തിരിഞ്ഞത് കൊൽക്കത്തയിൽ നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. ശാരദ റോസ്വാലി തുടങ്ങിയ ചിട്ടി തട്ടിപ്പ് കേസുകൾ അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ടയാളും ഇപ്പോൾ കൊൽക്കത്ത പോലീസ് കമ്മീഷണറുമായ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് എത്തിയതാണ് നാടകീയ സംഭവങ്ങൾക്ക് വഴിവെച്ചത്. എന്നാൽ കേസുകളിൽ മമതാ ബാനർജിയെ കുരുക്കാൻ സിബിഐ വഴി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. അതുകൊണ്ട് തന്നെ സിബിഐ നീക്കങ്ങളോട് സഹകരിക്കേണ്ടെന്നാണ് മമതയുടെ തീരുമാനം. ഇപ്പോൾ തന്നെ ചെറുത്തില്ലെങ്കിൽ സിബിഐ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ എത്തുമെന്ന് മമത കരുതുന്നു. സിബിഐ നീക്കത്തെ ചെറുക്കാൻ മമത തന്നെ തെരുവിൽ ഇറങ്ങിയതോടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് പിന്തുണയുമായി രംഗത്തെത്തി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മമതയെ ടെലിഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചു. ആം ആദ്മി പാർട്ടി, RJD, SP, BSP തുടങ്ങിയ കക്ഷികൾ എല്ലാം കേന്ദ്രത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ധർണയാണ് മമത തുടക്കം കുറിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് മമതയുടെ നേതൃത്വത്തിൽ നടന്ന കൊൽക്കത്ത റാലിയിൽ ഇടതുകക്ഷികൾ ഒഴികെയുള്ള പ്രതിപക്ഷ കക്ഷികളിൽ ഭൂരിഭാഗവും പങ്കെടുത്തിരുന്നു. സമാനമായ ഒരു യോജിപ്പിലേക്കാണ് CBI എപ്പിസോഡും പ്രതിപക്ഷത്തെ എത്തിച്ചിരിക്കുന്നത്.